കൊച്ചി മെട്രോയുടെ പാലാരിവട്ടം മുതൽ മഹാരാജാസ് വരെയുള്ള നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിൽ ആശങ്ക. നിർമ്മാണം ഇഴയുന്നത് ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുന്നതായാണ് പരാതി. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈ ഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും 2.5 വർഷം വേണ്ടിവരുമെന്നാണ് DMRCയുടെയും KMRLന്റെയും നിലപാട്. ആലുവ മുതൽ വൈറ്റില വരെയാണ് മെട്രോയുടെ ഒന്നാം ഘട്ടം. ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതാവട്ടെ ആലുവ മുതൽ പാലാരിവട്ടം വരെയും. രണ്ടാം ഭാഗം പൂർത്തിയാക്കാൻ ഇനിയും 2.5 വർഷം വേണ്ടിവരും. ഇതിനിടെ കലൂർ മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണത്തിനായി പദ്ധതി രൂപരേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഫലത്തിൽ മെട്രോ 3 ഘട്ടമായി മാറി. നെല്ലിക്ക മതിരിക്കുന്നത് കാത്ത് കൊച്ചിയിലെ ജനം നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ലാഭവും നഷ്ടമൊന്നും അല്ല വിഷയം. പക്ഷേ ഇത് നടപ്പാക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇച്ഛാശക്തിയും ഇതിനകത്തുള്ളതുകൊണ്ട് അതിനകത്തൊരു തീരുമാനമെടുക്കണം. ആദ്യഘട്ടത്തിലെ രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണം പലതവണ തടസ്സപ്പെട്ടു. കരാറുകാരുടെ വീഴ്ചയും ഭൂമി ഏറ്റെടുപ്പിലെ താമസവുമാണ് നിർമ്മാണ പുരോഗതിയിൽ വീഴ്ചയുണ്ടാകാൻ കാരണമെന്നായിരുന്നു വാദം. തൂണുകൾ ചില ഭാഗങ്ങളിൽ സജ്ജമായിട്ടുണ്ട്. എന്നാൽ സ്റ്റേഷൻ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ബുദ്ധിമുട്ടുകൾ ഉടനൊന്നും അവസാനിക്കില്ലെന്ന് ചുരുക്കം. സ്വപ്ന പദ്ധതിയുടെ തുടർച്ച അഴിയാക്കുരുക്കായി തുടരുമോ എന്നാണ് ആശങ്ക. ഓടകളടക്കം നവീകരിക്കേണ്ടതുള്ളതിനാൽ മഴക്കാലത്തെ നിർമ്മാണ പ്രവൃത്തി കുറ്റമറ്റതാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഇതിനകം ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു. മീഡിയ 1 കൊച്ചി.